ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഇതിൽ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. റമളാനിലെ ഒരു ഡേയുടെ ഫുൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എമസോന് ആദ്യമായിട്ട് ഫുഡ് കൊടുത്ത സമയത്തുള്ള വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ എമസോന് വേണ്ടി വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത്. അവനക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ബൗളും സ്പൂണും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ റമളാൻ്റെ ഒരു 2-3 ആഴ്ച മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും കൂട്ടാൻ നല്ലത്. പിന്നെ ഇതാ ഞാൻ എമസോന് കൊടുക്കുന്നത് റാഗി പൗഡറുണ്ട്, അതേപോലെ തന്നെ കായ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് റാഗിയാണ്. അപ്പോൾ അതാദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട്. പിന്നെ മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൊടുക്കുമ്പോൾ കുറച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ബേബീസിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂണൊക്കെ അല്ലേ ആദ്യത്തെ ദിവസം കൊടുക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കുറുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടവിടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ അല്ലേ നമുക്ക് നല്ലപോലെ കുക്കായിട്ട് ലൂസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് തന്നെ കൊടുക്കുമ്പം ആളങ്ങനെ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെയുള്ള ഫുഡൊക്കെ ആദ്യം ഒന്ന് കൊടുത്തു നോക്കണ്ടേ, എന്നാലല്ലേ അവർ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ ഞാനും മോനെ ക്യാരിക്കോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇരുത്തിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായേ. അപ്പം ഞാനിതൊക്കെ വെച്ച് കൊടുക്കുമ്പോഴില്ലേ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തേ ചെയ്യുന്നതെന്നല്ലേ ഇതിൽ. അപ്പോൾ ഇത് അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചൊന്ന് കുടിച്ചിട്ട് പോയി കേട്ടോ. ഇപ്പോൾ തീരെ കഴിക്കുന്നില്ല. ആദ്യം കൊടുക്കുമ്പോഴൊക്കെ കുറച്ചൊന്ന് കുടിക്കുന്നുണ്ടായിന്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കൊടുത്ത്. അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് റംലാനിലെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് റംലാനിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നിസ്കാരം ഖുറാനോത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വരുമ്പം തന്നെ ഉമ്മ ഇവിടെ പത്തലൊക്കെ റെഡിയാക്കുന്നുണ്ടായിന്. കഴിഞ്ഞ റംലാനിലെ ഞാൻ ഉച്ചയാകുമ്പോൾ തന്നെ ഉമ്മാനോട് പറയും ഞാൻ സ്നാക്സൊക്കെ ഉണ്ടായിക്കോളാന്ന്. പക്ഷെ ഇത്തവണയില്ലേ ആകെ കൂടെ ടയർഡായിട്ടില്ലേ ജലദോഷമൊക്കെ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകണത്രേ. അപ്പോൾ ഇതാ ഉമ്മയും ഇതാദ്യം കൂടിയിട്ട് ഇവിടുന്ന് പത്തലും അതേപോലെ തന്നെ പഫ്സൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഓരതിൻ്റെ പണിയിലാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ വെച്ചിട്ട് പോയിട്ടുണ്ടാണ്. നമ്മളില്ലേ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്നാക്സൊക്കെ റെഡിയാക്കാൻ തുടങ്ങൽ. അപ്പം അതിന് മുന്നേ തന്നെ ഉമ്മ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ നിങ്ങളെ റംലാനിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതാ പഫ്സിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളി മസാലയൊക്കെ വെച്ച് അതിന് നമ്മൾ മുട്ട പുഴുങ്ങിയതും പിന്നെ മസാലയൊക്കെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഫ്സ് ഉണ്ടാക്കിയിട്ട് എന്ന കാര്യം പിന്നെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും പഫ്സ് എന്നത്.
കഴിക്കാനായിട്ട് തോന്നുക. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ പഫ്സ് എയർ ഫ്രയറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ വെക്കണമെന്നൊന്നുമില്ല, ഞാൻ ഫസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഫ്സൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട ബീറ്റ് ചെയ്തതും കൂടിയിട്ട് ഒരു 10-13 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പോലെ കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മുട്ട ബീറ്റ് ചെയ്തതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതവിടെ വെച്ചിട്ട് പിന്നെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കലാന്ന് കേട്ടോ. അപ്പം ഇന്ന് മുസമ്പിയാണ് അടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ആദ്യം അടിച്ച് വെച്ചാൽ കഴിച്ചു പോകില്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ അടിച്ചാൽ മതി. പിന്നെ ഇന്ന് നാരങ്ങ വെള്ളമല്ല കേട്ടോ, ഇന്ന് ടാങ്കാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നാരങ്ങ വെള്ളമാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കൽ. അപ്പം ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഷുഗറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാനാകുമ്പോൾ മാത്രമേ ഇതിലേക്ക് ബാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ തണുപ്പൊക്കെ പോകില്ലേ. അപ്പം അവിടെ ഷുഗറും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചാൽ അത് അവിടെ നിന്ന് മെൽറ്റ് ആയിക്കോളും. പിന്നെ ഇതാ വത്തക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വത്തക്കയില്ലാണ്ട് നോമ്പൊരുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് അപ്പിലേക്കും ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ച ടാങ്കൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കി വെക്കാമെന്ന്. ഇനി അതിലേക്ക് ഐസ് ക്യൂബും നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ നമുക്ക് എല്ലാം ടേബിളിലെടുത്തേക്കും പങ്കെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസും അതേപോലെ തന്നെ സ്നാക്സും ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വയറിൽ ബ്രെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പപ്സും പിന്നെ വത്തക്കയും സമൂസയും ജ്യൂസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വയറിൽ ബ്രെഡ് പോളിൻ്റെ റെസിപ്പി ഇതിന് മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നോക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കാൻ സ്നാക്സ് ഒക്കെ ഉണ്ടായതൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞി കുടിക്കുന്നുണ്ട്. ചെറുപയറൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, അതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.